ഭാരതിരാജ വിടവാങ്ങി അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഇപ്പോൾ അവിടെ ഇല്ല. അവർ തിരികെ ചെന്നൈയിൽ എത്തിയ ശേഷം അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മനേഷ് മൂർത്തി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇയക്കുനർ ഇമയ അഥവാ സംവിധാനത്തിൻ്റെ ഹിമാലയം എന്നാണ് പി ഭാരതിരാജ വിശേഷിപ്പിക്കപ്പെടുന്നത്. തമിഴ് ചലച്ചിത്ര ലോകത്തെ സ്റ്റുഡിയോ സെറ്റുകളിൽ നിന്ന് പച്ചയായ ഗ്രാമങ്ങളിലേക്ക് അദ്ദേഹം പറിച്ചു നട്ടു. സംവിധാനത്തിന് പുറമെ തിരക്കഥാകൃത്തായും നിർമ്മാതാവായും നടനായും ഭാരതിരാജ തിളങ്ങി. തമിഴ് സിനിമയുടെ ഗതി മാറ്റിക്കുറിച്ച മാന്ത്രികനായിരുന്നു ഭാരതിരാജ. ഗ്രാമീണ ജീവിതത്തിന്റെ നന്മയും തനിമയും ക്രൂരതയും ഒരേപോലെ വെള്ളിത്തിരയിൽ പകർത്തിയ ഭാരതിരാജ തമിഴ് സിനിമയെ സ്റ്റുഡിയോകളുടെ ചുവരുകൾക്കുള്ളിൽ നിന്ന് നാട്ടിൻപുറങ്ങളിലെ പാടവരമ്പുകളിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. இந்த ஆசாரிக்கு வேற வேலை இல்ல. பள்ளிக்கூடம் கட்டினா போர்டு பெஞ்ச் எல்லாம் செய்யலாம்ல. அதான் இவனை தூண்டி விட்டுருக்கான்னு நினைக்கிறேன். யாருல அது பஞ்சாயத்துல ஆசாரிக்கு சாரி பேசிக்கிட்டு போர்டு பெஞ்ச் செய்யறதுக்கு நீ ஆசாரி இல்லையா? தூண்டி விட்டுருப்பேன்னு நினைக்கிறேன். തമിഴ്നാട്ടിലെ തേനിക്കടുത്തുള്ള അല്ലി നഗരത്തിൽ പെരിയമായ തേവരുടെയും കറുത്തമ്മാളിന്റെയും മകനായാണ് 1941 ജൂലൈ 17 ചിന്നസ്വാമി എന്ന ഭാരതിരാജ ജനിച്ചത്. കുട്ടിക്കാലം മുതലേ നാടകങ്ങളിൽ താൽപര്യമുണ്ടായിരുന്നു. 1960കളിൽ സിനിമാ മോഹവുമായി മദ്രാസിലേക്ക് വണ്ടി കയറി. പ്രശസ്ത സംവിധായകൻ പുട്ടണ്ണ കനകലിന്റെ സഹായിയായി സിനിമാ പ്രവേശം. 1977 പുറത്തിറങ്ങിയ 16 വയതിനിലെ എന്ന ആദ്യ ചിത്രം തന്നെ തമിഴ് സിനിമയിൽ വിപ്ലവമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.